ഇത്തവണത്തെ യു.ഡി.എഫിൻ്റെ മിന്നും വിജയത്തിൽ ഷാഫി പറമ്പിൽ എം.പി വഹിച്ച പങ്ക് ചെറുതല്ല. മുസ്ലിം വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചത് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും യഥാർത്ഥ വിജയി ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയായി. ഈ സാഹചര്യത്തിൽ ഷാഫിക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കാം. അതും ഷാഫിയുടെ നാടായ പട്ടാമ്പിയിൽ നിന്ന്. പട്ടാമ്പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടിരുന്നു. കേരളം ഒട്ടാകെ യു.ഡി.എഫ് സുനാമി ആഞ്ഞടിച്ചെങ്കിലും പട്ടാമ്പിയിൽ ടി.പി. ഷാജി യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.പി. ഷാജി പരാജയപ്പെട്ടു. ആ പരാജയത്തിന് കാരണം ഷാഫി പറമ്പിലിൻ്റെ കടുംപിടുത്തം ആണ് എന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് യു.ഡി.എഫിൻ്റെ ചെയർമാൻ കെ.പി. ബാവുട്ടിയും കൺവീനർ ജിതേഷ് മുഴക്കുന്നവും രാജിവെച്ചു. റിയാസ് മുക്കോളി എന്ന യുവനേതാവിന് സീറ്റ് നിഷേധിച്ചതാണ് മുഹമ്മദ് മുഹ്സിൻ്റെ തിളക്കമാർന്ന വിജയത്തിന് കാരണമായി മാറിയത് എന്നാണ് ഇവരുടെ ആരോപണം. റിയാസ് മുക്കോളിയെ ഒതുക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഷാഫിയുടെ ജന്മനാടാണ് പട്ടാമ്പി. പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണം ഷാഫി പറമ്പിലാണ്. 2021 റിയാസ് മുക്കോളി അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ റിയാസ് മണ്ഡലത്തിൽ സജീവമായിരുന്നു. അവസാന നിമിഷത്തിൽ ടി.പി. ഷാജിക്ക് സീറ്റ് നൽകുകയായിരുന്നു ഷാഫി പറമ്പിൽ ഇടപെട്ട്. പട്ടാമ്പി നഗരസഭ ചെയർമാനാണ് ടി.പി. ഷാജി. ടി.പി. ഷാജി പ്രാദേശിക നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാവാണ്. ഇടയ്ക്ക് ടി.പി. ഷാജി കോൺഗ്രസ് വിട്ടുപോയിരുന്നു. V4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിച്ചു. V4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിച്ച ടി.പി. ഷാജി CPM-വുമായി ചേർന്ന് പ്രവർത്തിച്ചു. ആ ടി.പി. ഷാജി തിരികെ കോൺഗ്രസിൽ എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ ഷാജിക്ക് സീറ്റ് നൽകുകയായിരുന്നു. 9442 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുഹമ്മദ് മുഹ്സിൻ ഇത്തവണയും ജയിച്ചു കയറിയത് പട്ടാമ്പിയിൽ നിന്നും. റിയാസ് മുക്കോളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മുഹമ്മദ് മുഹ്സിൻ ജയിക്കില്ലായിരുന്നു എന്നാണ് രാജിവെച്ച് പോയ കെ.പി. ബാവുട്ടിയും ജിതേഷ് മുഴക്കുന്നവും പറയുന്നത്. ഷാഫി പറമ്പിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ തുടരാൻ സാധ്യമല്ല എന്നാണ് ഇവരുടെ വിമർശനം. അതുകൊണ്ട് തന്നെ ഇരുവരും രാജിവെച്ചിരിക്കുന്നു. ഷാഫി പറമ്പിൽ കോൺഗ്രസിൻ്റെ വലിയൊരു ശക്തിയായി മാറുകയാണ്. 76 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഷാഫി പറമ്പിൽ പര്യടനം നടത്തിയത്. തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ. അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ, പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു. ഷാഫി പറമ്പിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കെ.സി. വേണുഗോപാലിൻ്റെ തുറപ്പുചീട്ട്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെ പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾക്ക് പ്രിയങ്ക ഗാന്ധി അത്ര വിലയാണ് നൽകുന്നത്. ഭാവിയിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള വ്യക്തി എന്ന നിലയിലാണ് ഷാഫി പറമ്പിലിനെ ഇപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന വിഭാഗം കരുതുന്നത്. എന്നാൽ ഷാഫിക്കെതിരെ സൈബർ ആക്രമണവും ഇപ്പോൾ സജീവമാണ്. വി.ഡി. സതീശനെ ഒറ്റിയത് ഷാഫി പറമ്പിലാണെന്ന തരത്തിൽ സതീശൻ അനുകൂലികൾ ഷാഫിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന വി.ഡി. സതീശൻ അനുകൂലികൾ ഷാഫിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതിനിടയിലാണ് സ്വന്തം നാടായ പട്ടാമ്പിയിൽ ഷാഫിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടി.
അവിടെ രണ്ട് പ്രമുഖ നേതാക്കളാണ് രാജിവെച്ച് പോയിരിക്കുന്നത്. ഷാഫി ഏകാധിപത്യത്തോടെ പെരുമാറുന്നു എന്നാണ്, അല്ലെങ്കിൽ ഏകാധിപതിയായി പെരുമാറുന്നു എന്നാണ് അവരുടെ ആരോപണം. എന്തായാലും ഷാഫിക്കെതിരെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു.